ആ രാജസദസ്സിലെ 6 പേരും രാജാവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. അവർക്ക് രാജാവ് നൽകിയിരുന്ന അമിത സ്വാതന്ത്ര്യം കാരണം അവർ രാജാവിനെ ഒരു സുഹൃത്തിനെ പോലെ കാണുകയും തമാശകൾ പറയുകയും രാജാവിന് വേണ്ട ബഹുമാനവും അംഗീകാരവും നൽകാതെയും ഇരിക്കുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയ രാജാവ് ഒരു ദിവസം അവരോട് പറഞ്ഞു, അടുത്ത 15 ദിവസം നിങ്ങൾക്ക് ഒരു പരീക്ഷണ സമയമാണ്. നിങ്ങൾ എന്നോട് എങ്ങനെ പെരുമാറുന്നുവോ അതിനനുസരിച്ച് 15-ാം ദിവസം ഞാൻ നിങ്ങൾക്ക് സമ്മാനം നൽകുന്നതാണ്. അതോടെ അവരിൽ 5 പേരും രാജാവിനെ കൂടുതൽ ബഹുമാനിക്കാനും അനുസരിക്കുവാനും തുടങ്ങി. എന്നാൽ 6-ാമൻ കൂടുതൽ രാജപ്രീതി സമ്പാദിക്കാമെന്ന് കരുതി കൂടെ രാജാവിൻ്റെ അരികിൽ വന്ന് മറ്റുള്ളവരെക്കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. രാജാവ് ഒന്നും മറുപടി പറയാതെ അതൊക്കെ നിശബ്ദനായി കേട്ടു. 15-ാം ദിവസം രാജാവ് എല്ലാവരെയും വിളിച്ചു. സ്വർണ്ണ നാണയങ്ങളും ഭൂമിയും മറ്റു വിലപിടിപ്പുള്ള സമ്മാനങ്ങളും നൽകി. എന്നാൽ 6-ാമന് ഒന്നും നൽകിയില്ല. പക്ഷെ അടുത്ത ദിവസം അയാളെ വിളിച്ച് രാജാവ് ഒരുപാട് കഥകൾ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് മുഷിഞ്ഞു. അയാൾ പറഞ്ഞു, എനിക്ക് സമ്മാനമൊന്നും തരുന്നില്ലേ? രാജാവ് പറഞ്ഞു, നിങ്ങൾ എന്നോട് എങ്ങനെ പെരുമാറുമോ അതിനനുസരണമായി സമ്മാനങ്ങൾ നൽകുമെന്നല്ലേ ഞാൻ പറഞ്ഞിരുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം നീ എൻ്റെ അരികിൽ വന്ന് മറ്റുള്ളവരെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിന്നോടും കഥകൾ പറയുന്നത്. ഇതാണ് നിനക്കുള്ള സമ്മാനം. അങ്ങനെ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നത് ഒരു വിധത്തിലും ഗുണകരമല്ല എന്ന് അയാൾക്ക് മനസ്സിലായി. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പാടി നടക്കുന്നത് അനേകർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഈ കുറ്റങ്ങൾ നാം പറയുമ്പോൾ നാം വളരെ ശ്രേഷ്ഠരാണെന്ന് മറ്റുള്ളവർ ധരിക്കും എന്നാണ് നമ്മുടെ ധാരണ. ഇങ്ങനെ കുറ്റം പറയുന്നവർ മറ്റുള്ളവരെക്കുറിച്ച് നന്മ പറയുവാനും സാധ്യതയില്ല. ഇത് അവരുടെ ഒരു സ്വഭാവ വൈകൃതമാണ്. അവർ സമൂഹത്തിൽ നിരവധി ശണ്ഠകൾക്കും പ്രശ്നങ്ങൾക്കും കാരണക്കാരാവും. ആകയാൽ ദൂഷണം പറയുന്നവരാകാതെ നന്മ മാത്രം പറയുവാനും നന്മ മാത്രം പ്രവർത്തിക്കുവാനും നമുക്ക് സാധ്യമാവട്ടെ. അതിനായി നമുക്ക് സമർപ്പിതരാവാം. വിറകില്ലാഞ്ഞാൽ തീ കെട്ടുപോകും, നുണയൻ ഇല്ലാഞ്ഞാൽ വഴക്കും ഇല്ലാതെയാകും എന്ന് ദൈവവചനം പറയുന്നു.